ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബനാന ഷേക്ക് ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് 2 പഴമേ, ഏത് പഴമായാലും ഏത്തപ്പഴം അല്ലാത്ത ബാക്കിയുള്ള ഏത് പഴമായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ 2 പഴം ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് പഴം ഇതിനകത്തോട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. പഴം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഴം 2 പഴം ഇതിനകത്ത് ഇട്ടു. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇത് കാണ്ടെന്ന് പറയുക, ശർക്കരയുടെ വെളുത്ത പൊടിയില്ലേ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഒരു 3 സ്പൂൺ ഇടുവാണ്. പഞ്ചസാരയ്ക്ക് പകരമാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇത് 3 സ്പൂൺ ഞാൻ ചേർത്തു. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ മിക്സിയിൽ പഴം അടിച്ചു. അപ്പൊ ഒരു ശകലം പാലും കൂടെ ചേർക്കുകയാണ് ആദ്യമേ, ശരിക്ക് അരച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് പാല് പിന്നെയും ചേർക്കണം. ഇതിവിടെ അടിച്ചു. ഇനി ഇതിനകത്തോട്ട് ഞാൻ പാല് ചേർക്കും. അപ്പൊ ഇത് ഷേക്ക് എത്ര പേർക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് വേണം. അപ്പം ഇതിന് ഇനിയും വേണ്ടത്, ഇതിനകത്ത് പാല് ചേർക്കുന്നതിന് മുന്നേ ഞാൻ പറയാം, പാലും പിന്നെ ഇത് സബ്ജ സീഡ്സ്. ഇത് നമുക്ക് ചൂട് സമയത്ത് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുവേ. ഇത് ഒരു 2 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ടിരുന്ന. അപ്പം ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പം ഇതങ്ങ് ഒത്തിരി ആകുവേ, പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും വെള്ളത്തിലാണ് ഇത് ഇട്ടിരുന്നത്. അപ്പം 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം എടുത്ത് ഇത് വെച്ചിരുന്നത്. ഇത് ലാസ്റ്റിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം പാല് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിക്കുകയാണ്. ഇതാണ് സബ്ജ സീഡ്സ്. ഇത് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഇതിനകത്ത് കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഞാൻ 1 സ്പൂണ്, ഈ സ്പൂണിനാണ് ഞാൻ ഈ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. പിന്നെ പാൽ ഒഴിക്കുമ്പോൾ ഞാനിപ്പം 2 പേർക്കാണ് ഉണ്ടാക്കുന്നത്. 2 പേർക്ക് ഉണ്ടാക്കുമ്പോൾ 2 ഗ്ലാസ്സിലേ വേണ്ടത്. 2 ഗ്ലാസ്സിന് വേണ്ടതിന് ഞാനൊരു അര ഗ്ലാസ് വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ അര ഗ്ലാസ് ഞാൻ കുറച്ചാണ് പാൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിത് ഈ സബ്ജ സീഡ്സിന്റെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ആക്കി കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് ഐസ് ഇടണേ. തണുപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. എന്തൊരു വേണമെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിത് ഐസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം കൂടെ ഇടുവേ, അത് കാണിച്ചു തരാം. ഞാനിത് ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു. ഇനി ഇതിനകത്ത് ഞാൻ ഒരു കുറച്ച് ഐസ്ക്രീമും കൂടെ ഇടുകയാണ്. ഒരു ശകലം ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് ഞാനിത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് ബനാന ഷേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.